എല്ലാവർക്കും നമസ്കാരം. അപ്പോഴേ ഞാൻ ഇന്നിവിടെ ഇപ്പോൾ ശനിയാഴ്ചയാണ് കേട്ടോ. ശനിയാഴ്ച ഒരു 12 മണിയായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയതാണ്. പുറത്തേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോട് കുറച്ച് കഥ പറയാനുള്ളത് സോഷ്യൽ മീഡിയ വഴിക്ക്. ഒരു കഥ പറയാം, ചെറിയൊരു കഥയാണ്. അപ്പോൾ ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് 1959 1959 കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1959 ഒരാൾ തൃശ്ശൂരാണ് നടക്കുന്നത്, തൃശ്ശൂർ സ്ഥലത്താണ് നടക്കുന്നത്. ഒരാൾ ഒരു വീട്ടിൽ ജനിക്കുന്നു. ആ വ്യക്തി ജനിക്കുമ്പോൾ ആ വ്യക്തിയുടെ ചുറ്റും സമ്പന്നതയുടെ എന്താ പറയുക അത്രയും പീക്കിലാണ് ആ വ്യക്തി ജനിക്കുന്നത്. സമ്പന്നതയുടെ അത്രയും പീക്കിൽ ജനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ജീവിതം അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ വ്യക്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിന് 13 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പല കാരണങ്ങൾ കൊണ്ടും, ആ സാഹചര്യങ്ങൾ ഞാൻ പറയുന്നില്ല, പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹം എന്താ പറയുക ദാരിദ്ര്യത്തിലേക്ക് ഒരു കൂപ്പുകുത്താണ്. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിക്ക് കൂപ്പുകുത്തി വരികയാണ്. പക്ഷെ എന്നാലും ദാരിദ്ര്യമാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ഓക്കെ, ദേ ഹാവ് സംതിങ് വിത്ത് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആൻഡ് എവരിതിങ്, ബട്ട് മോർ ഓവർ ദാൻ ദാറ്റ് സ്റ്റോൾ ഗുഡാണ്. അത് കഴിഞ്ഞ് പോകുന്നു. പക്ഷേ നമ്മൾ ജനിച്ചപ്പോൾ ഒരു സമ്പന്നത, ഞാൻ പറഞ്ഞു സമ്പന്നത അത്രയും ഇതിൽ വളർന്നിട്ട് പിന്നെ ദാരിദ്ര്യത്തെ പടുകുഴിക്ക് നമ്മളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എത്രത്തോളം അത് ഫേസ് ചെയ്തെടുക്കാൻ അത് മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പം അത് കഴിഞ്ഞു ആ ഒരവസ്ഥ കൂടെ കടന്നു പോകുന്നു. അത് കഴിഞ്ഞിട്ട് അതും അദ്ദേഹം എന്താ പറയുക ഓവർകം ചെയ്ത് പോകുന്നു. അവരുടെ കുടുംബവും കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്ത് പോകുന്നുണ്ട്. അതിനുശേഷം ആ വ്യക്തിക്ക് ഒരു 18 വയസ്സാവാണ്. 18 വയസ്സിൻ്റെ പ്രായം എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ടോൺസിലൈറ്റിസ്, നമ്മുടെ മുണ്ടിനീര് എന്ന് പറയുന്ന നാട്ടിൽ, അപ്പോൾ അത് വരാണ്. അങ്ങനെ ഹോസ്പിറ്റൽ, അന്ന് ഹോസ്പിറ്റൽസിലെ ക്ലിനിക്സാണ്, സ്മോൾ ചെറിയ ചെറിയ ക്ലിനിക്സാണ്. അങ്ങനെ അവിടെ ഒരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകുന്നു. അവിടുത്തെ ഡോക്ടറെ കാണിക്കുന്നു. ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയാണ്, ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കുന്നു. ദെൻ ഒരു 3-4 ഡേയ്സ് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് പിന്നെ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. കേൾവി ശക്തി എന്ന് പറയുന്ന സംഭവം കേൾക്കുന്നില്ല. വീട്ടിൽ പറയുമ്പോൾ വീട്ടുകാർ സർപ്രൈസ്ഡ് ആവുന്നു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ ഡോക്ടർ പറയുന്നു അന്ന് ചെയ്യാവുന്ന മാക്സിമം ട്രീറ്റ്മെന്റ്, മെഡിക്കൽ സിസ്റ്റത്തിന് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും പുള്ളിക്ക് കേൾവി ശക്തി തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ 18-17 വയസ്സ് വരെ അല്ലെങ്കിൽ 18 വയസ്സാവുന്നവരെ കേൾവി ശക്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് കേൾവി ശക്തി, നമുക്കുണ്ടാകുന്ന ഒരു എബിലിറ്റി പെട്ടെന്ന് പോവുകയാണ് അല്ലേ. അതിനുണ്ടാകുമ്പോഴൊരു വിഷമം നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ആ വ്യക്തി ആത്മഹത്യനെ കുറിച്ച് പലവട്ടം ചിന്തിക്കുന്നു, പലവട്ടം ചിന്തിക്കുന്നു, ആത്മഹത്യ ചിന്തിക്കുന്നു, മരിക്കണം, ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുന്നു. പക്ഷെ പലവരും നമ്മുടെ ലൈഫിൽ പലരും വരും, പല ആൾക്കാരും വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും അല്ലേ. അങ്ങനെ പല ആൾക്കാരും മോട്ടിവേഷൻസും കാര്യങ്ങളും കാരണം പിന്നെ അദ്ദേഹം ആ തീരുമാനത്തിൽ ഒഴിയുന്നു, എന്താ പറയുക ഒരു പിൻവലിക്കുന്നു. അതുപോലെ എന്താ പറയുക വൈകല്യങ്ങളുള്ള കേൾവി ശക്തി പ്രശ്നങ്ങളുള്ള ഒരു കമ്മ്യൂണിറ്റി അദ്ദേഹം എത്തിപ്പെടുന്നു. പിന്നെ അവിടെ അദ്ദേഹം പഠിക്കുകയാണ്, വിദ്യാഭ്യാസം നേടുന്നു, കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്ത്യയിലെ അന്നത്തെ 23 ബാങ്കുകളോളം അദ്ദേഹത്തിന് ജോലി ലഭിക്കുന്നുണ്ടോ, ജോലി കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ജോലി ലഭിക്കുന്നു. ജോലി ലഭിച്ചപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ ഓക്കെ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞു, ജോലിയൊക്കെ കിട്ടി അല്ലേ. പക്ഷെ അവിടെ നിന്നോന്ന് ചോദിച്ചാൽ അവിടെയും വിധി നിന്നിട്ടില്ല മനുഷ്യൻ്റെ. അങ്ങനെ ജോലി കിട്ടുന്നു. അദ്ദേഹം ഒരു കല്യാണം കഴിക്കുന്നു, ഒരു മാരേജ് പ്രപ്പോസൽ കല്യാണം കഴിക്കുന്നു. അദ്ദേഹത്തിന് 31 വയസ്സുള്ള സമയത്ത് ഒരു കുട്ടി ജനിക്കുന്നു. കുട്ടി ജനിച്ച് ഒരു 15 ദിവസം കഴിയുമ്പോൾ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു ഇതുപോലെ തോന്നണം, ആ കുട്ടിയുടെ ബ്രീത്തിങ്ങിൽ എന്തോ പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളതാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു പുള്ളിക്കാരന് ആ കുട്ടിക്ക് ഒരു ഹാർട്ടിന് പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് അത് നടക്കുന്നത് 90s-ലാണ്. ആ കല്യാണം കഴിഞ്ഞ 89-90 സമയത്താണ്. കുട്ടി ജനിക്കുന്നത് 91-ലാണ്. അതിന് ഹാർട്ടിന് പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയുന്നു. അന്ന് അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ള അത്രയ്ക്കും ഒരു ഹൈപ്പ് ഒന്നുമില്ല. ബാങ്കിൽ ജോലിക്കാരനറിയാം അന്ന് ശമ്പളം 1200-2000 രൂപ താഴെയാണ് ശമ്പളം. അപ്പോൾ അങ്ങനെ അദ്ദേഹം അന്ന് പുള്ളിക്കാരനെ എടുത്തിട്ട് പല ആളുകൾക്കും തപ്പുന്നു. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരുപാട് പേരെ ആളുകൾ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണക്ഷൻസ് ഒക്കെ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഉണ്ടായ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട്. അങ്ങനെ അവസാനം അദ്ദേഹം എത്തിപ്പെടുന്നത് തമിഴ്നാട്ടിൽ പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിപ്പെടുന്നത്. അവിടെ ഒരു ഹോസ്പിറ്റൽ, ജിപ്മർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്, അവിടെ വെച്ചിട്ടാണ്, ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഈ പയ്യൻ്റെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ എന്താ പറയുക ഡോക്ടേഴ്സൊക്കെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ എന്ന് പറയാം. അപ്പോൾ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ അസുഖം, ഈ കുട്ടിക്കുണ്ടായ അസുഖം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ലോകത്തിൽ ഇന്ത്യയിൽ ആർക്കും ഡയഗ്നൈസ് ചെയ്യാത്തൊരു കൈൻഡ് ഓഫ് ഒരു അസുഖമായിരുന്നു ആ സമയത്ത്. ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റത്തിന് അങ്ങനെ ഡയഗ്നൈസ് ചെയ്യാത്തൊരു അസുഖമായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സ് ആ റിസ്ക് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ സർജറിയുടെ മുമ്പ് നമ്മൾ കൺസൾട്ട് കാണിക്കും അല്ലേ, നമ്മൾ ഓക്കെയാണ്, എന്ത് സംഭവിച്ചാലും ഓക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ പറയുന്നത് 99.9% വ്യക്തി
ജീവിച്ചിരിക്കില്ല, കുട്ടി ജീവിച്ചിരിക്കില്ല, മരിക്കും എന്നുള്ള ഉറപ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കോൺസെൻ്റൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഡോക്ടർ നമുക്കൊരു ദിവസം വെയിറ്റ് ചെയ്യാം, കാരണം സെയിം സമയത്ത് നമുക്ക് മധ്യപ്രദേശിൽ മംഗലാപുരം മധ്യപ്രദേശിൽ MP സർജറി നടക്കുന്നുണ്ട്. സോ നമുക്ക് റിസൾട്ട് അറിയാം എങ്ങനെയാണ്, റിസൾട്ട് നമുക്ക് സക്സസ്ഫുൾ ആയി കോൺടാക്ട് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ ഫാമിലി വെയിറ്റ് ചെയ്യാണ്. 24 hours കഴിഞ്ഞ് റിസൾട്ട് വന്നു. അന്ന് ആ സെയിം ഏകദേശം ഉണ്ടായ സർജറി ചെയ്ത ആൾ, അന്ന് സർജറി അത് ചെയ്ത ആൾക്ക് 12, 11, 13 വയസ്സുള്ള ഒരു ആളായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ആൾ മരിച്ചു പോവാണ്. അപ്പോൾ അറിയാലോ, ഓൾറെഡി സെയിം ഇൻസിഡൻറ്റുള്ള സർജറി വേറൊരാൾക്ക് നടക്കുന്നു, ആ വ്യക്തി മരിച്ചു പോകുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഫാമിലിയുടെ കാഴ്ചപ്പാട്? അവർക്ക് ടെൻഷനാവും, സ്ട്രെസ്ഡ് ആവില്ലേ? ഒബ്വിയസ്ലി അവർ സ്ട്രെസ്ഡായി. അപ്പോൾ സ്ട്രെസ്ഡായിട്ട് അവർ പറഞ്ഞു, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ ആ വ്യക്തി അന്ന് ഞാൻ പറഞ്ഞു കേൾവിശക്തി പോയ ആ വ്യക്തിയുടെ കുട്ടിയുടെ അമ്മ പുള്ളിക്കാരി പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, എന്തായാലും അവൻ മരിച്ചു പോകുമല്ലോ, അല്ലെങ്കിൽ ആ കുട്ടി മരിച്ചു പോകുമല്ലോ, സോ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കും. അങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്നു. 36 മണിക്കൂറോളം ഏകദേശം സർജറി നീണ്ടു നിൽക്കുന്നു. 36 hours സർജറി. ഇന്ത്യയിൽ അന്നത്തെ കാലത്ത് ആർക്കും ഫൈൻഡ് ഔട്ട് ചെയ്യാത്തൊരു ഒരു അസുഖമായിരുന്നു ആ പയ്യന്. കുറച്ച് അസുഖങ്ങളായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കുന്നില്ല. അപ്പം അങ്ങനെ ആ സർജറി സക്സസ്ഫുൾ ആവുന്നു. ആ പയ്യൻ അല്ലെങ്കിൽ ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഒരുപാട് എന്താ പറയുക അപ്സ് ആൻഡ് ഡൗൺസ് ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. എല്ലാവരും ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന എന്താ പറയുക, ആ കുട്ടി ജനിച്ചിട്ടുണ്ടാവുന്ന ആ കുട്ടിക്ക് അഡൾട്ട് ആവുന്നു, കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഞാൻ ലിറ്ററലി പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാനിത് പറയുന്ന കുട്ടിയുടെ കാര്യമല്ല ഞാൻ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ പറയുന്നത് ആ അപ്പൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. എല്ലാം ഉണ്ടായിട്ടും ദാരിദ്ര്യത്തിൻ്റെ പടികളിലേക്ക് പോയിട്ടും ഉണ്ടായിരുന്ന ഒരു ഫിസിക്കൽ എബിലിറ്റി, ചെവി കേൾക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ കേൾവിശക്തി നഷ്ടപ്പെടുക, ആ ഒരവസ്ഥ കൂടെ കടന്നു പോയിട്ടും ദാമ്പത്യ ജീവിതത്തിൽ കല്യാണം കഴിച്ചിട്ടും ആ കല്യാണം കഴിച്ചൊരു മകൻ ഉണ്ടാവുകയാണ്, ഒരു കുട്ടി ഉണ്ടാവുകയാണ്. ആ കുട്ടി ജനിച്ചിട്ടും ആ കുട്ടിയും ഇങ്ങനത്തെ ഹെൽത്ത് കണ്ടീഷനിൽ കടന്നു പോവാണ്. സാമ്പത്തികമായിട്ട് പിന്നെയും ആ മനുഷ്യൻ കുഴിയിലേക്ക് തള്ളിയിടുന്നു. അത് കഴിഞ്ഞിട്ട് സർജറിയുടെ സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ, പിന്നെ ആ കുട്ടിയുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഞാൻ ലിറ്ററലി പറയാൻ ശ്രമിക്കുന്നത് വേറെ ഒന്നല്ല, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാടായിട്ടുള്ള ഫേസ് കൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ വരും, സാഹചര്യങ്ങൾ വരും. അപ്പോൾ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളത് എന്താ പറയുക പോസിറ്റീവായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുക. ആത്മഹത്യ ചെയ്യാൻ തോന്നും, സൂയിസൈഡ് ചെയ്യാൻ തോന്നും, പലതും നമുക്ക് തോന്നും. ഓക്കെ, പക്ഷെ നമ്മളതിലേക്കൊന്നും നമ്മൾ പോവരുത്. എനിക്കിത് പറയാൻ തോന്നുന്നു, നിനക്കിതൊക്കെ പറയാം, എന്തുകൊണ്ടാണ് നിനക്കത് പറയാൻ ധൈര്യമുണ്ട്, കാരണം നിനക്കിതൊക്കെ വാലെന്ന് പറഞ്ഞ വീഡിയോ മുമ്പിൽ പറഞ്ഞാൽ പോലെ എന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ആ പറഞ്ഞ കഥയിലത്തെ വ്യക്തിയില്ലേ, അതെൻ്റെ അപ്പനാണ്. ആ പയ്യനില്ലേ, അത് ഞാനാണ്. 99.9% ഡോക്ടർമാരെ രക്ഷപ്പെടില്ലാണ്ട് വിധി എഴുതിയ ഒരു മനുഷ്യനാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. എനിക്ക് എൻ്റെ ജീവിതമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഒരിക്കലും എനിക്ക് എന്നോട് ഇഷ്ടപ്പെടുന്നവരെങ്കിൽ പറയാത്രേ ഉള്ളൂ, ഒരിക്കലും നിങ്ങൾ ആത്മഹത്യനോട് ചിന്തിക്കരുത്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ആത്മഹത്യ ചെയ്യരുത്, ഫൈറ്റ് ചെയ്യണം. നമുക്ക് ലൈഫ് ഒന്നുള്ളൂ, ദൈവം തന്നൊരു ലൈഫ്, ദൈവത്തിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവരാണ് അല്ലേ. നമുക്ക് ദൈവം ഒരു ലൈഫ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. ഓക്കെ, ഒരു എന്ത് സർക്കംസ്റ്റൻസ് വന്നാലും നമ്മളെക്കുറിച്ച് ആൾക്കാർ ബിച്ച് ചെയ്യും, നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കും, നമ്മളെക്കുറിച്ച് എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റും, അങ്ങനെ ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. റീച്ചിന് വേണ്ടി എന്തും ചെയ്യും ആൾക്കാർ. ഇന്നത്തെ സമൂഹം ടോട്ടലി ഡിഫറെന്റ്, എല്ലാവരും കുറ്റപ്പെടുന്നില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഭയങ്കരമായ മെന്റാലിറ്റിയുള്ള കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട്. നമ്മൾ അവരൊന്നും ട്രാപ്പിൽ പോയി വീഴാണ്ട് അവരെന്ത് പറഞ്ഞാലും നമുക്ക് ഏശില്ല എന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ കഥയിലെ ഞാൻ പറഞ്ഞേ, ആ അപ്പനും കുട്ടിയും അമ്മയും, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ഞാനുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കഥയുടെ ഇനീഷ്യൽ സ്റ്റേജാണ് ഞാൻ തുടക്കമാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ പോലും നിങ്ങൾ തളരരുത്. എന്തുണ്ടായാലും ഫൈറ്റ് ചെയ്ത് നിൽക്കണം ലൈഫിൽ. ആത്മഹത്യ ഒന്നിനും പ്രതിവിധിയല്ല. ഓക്കെ, സോ ലൈഫ് ഒന്നുള്ളൂ, ലിവ് യുവർ ലൈഫ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ, പാക്കലാം, വണക്കം.